അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, മുഅ്മിനീങ്ങളുടെ ഹദീസുകളിലെ അമീറായിരുന്നു മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. വളരെയധികം ഇൽമുള്ള ഒരു പണ്ഡിതനായിരുന്നു മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, മനുഷ്യനിർമ്മിതമായ കിതാബുകളിൽ വിശുദ്ധമായ ഖുർആന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള കിതാബാണ് ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബായിട്ടുള്ള ബുഖാരി. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മഹാനവറുകളുടെ ആ കിതാബിനെ നാം ധാരാളമായി വായിക്കുവാനും അനുസരിച്ച് പഠിക്കുവാനും അത് ഖത്തമാക്കി നാം അത് ഹൃദിസ്ഥമാക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അല്ലാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോ സെക്കൻഡ് സമയവും ഇലൽ ഖബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ നാം ധാരാളമായി പഠിക്കുവാനും ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലയായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നു. അതിനായിട്ട് നാം ആഖിബത്ത് കിട്ടി മരിക്കുന്നതിനായിട്ട് നാം കഷ്ടപ്പെടണം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അങ്ങനെ നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.